ഈ രേണുസുധിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുമ്പം കമന്റ്സിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ. നിങ്ങൾ അവരെ വെറുതെ വിടൂ. രേണുസുധിനെ ചൊറിയാൻ നിൽക്കുന്നു. ഇതുപോലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ രേണുസുധിനെ ചൊറിയാനല്ല, മാന്താൻ വേണ്ടിയിട്ടാ നിൽക്കുന്നേ. മാന്തിപ്പൊളിച്ച് അവരുടെ കയ്യിലിരിപ്പൊക്കെ പുറത്ത് കൊണ്ടുവന്നിട്ട് നാണം കിടത്തി പടോരടക്കിയിട്ടേ വിടത്തുള്ളൂ. നിങ്ങൾ എന്താന്ന് വെച്ചാ പോയി ചെയ്യ്. അല്ല പിന്നെ. അവരെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കും തോന്നിയവാസങ്ങൾക്കും വൃത്തികേടുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല. നമ്മള് കുറച്ച് പേര് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ രേണുസുധിനെ വെറുതെ വിടൂ, അവരൊരു വിധവയാണ്, 2 മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, തേങ്ങാക്കൊല, മാങ്ങാത്തൊലി എന്നും പറഞ്ഞ് എന്റെ ഇൻബോക്സിലോ കമന്റ് ബോക്സിലോ വന്നിരുന്ന് കരഞ്ഞ ഞാൻ നല്ലത് തിരിച്ചു പറയും. അമ്മച്ചിയുടെ ഒരു ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ട്, കണ്ടായിരുന്നോ? നേരിട്ട് കാണാൻ വേണ്ടിട്ട് എത്ര റേറ്റ് ആവുമെന്ന് ചോദിക്കുന്നതേ. ഈ രേണുസുധി അമ്മച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാ ചോദിക്കാനുള്ളത്, കണ്ടായിരുന്നോ? ഇതും നിങ്ങൾ പറയോ, അയ്യോ അവര് 2 മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അവര് ഞാൻ വല്ലതൊക്കെ പറയും. ഇനി ഇത് എടുത്ത് റിയാക്ട് ചെയ്ത ആൾക്കാരുടെ പേരിൽ ഓടിപ്പോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. ഓടിച്ചെല്ല്, നാളെ തന്നെ പൊക്കോ. വൃത്തികേട് കാണിക്കുന്നതിൽ കുഴപ്പമില്ല, അതെടുത്ത് റിയാക്ട് ചെയ്യുമ്പോഴാണ് കുരു പൊട്ടുന്നത് കുറെ എണ്ണത്തിന്. ആ ചാറ്റ് ഇങ്ങനെയാണ്: ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ? യാ ആക്കാം. അയ്യോ എന്താ ആവേശം. അതിനുശേഷം റേറ്റ് എത്രയാണെന്ന് ചോദിക്കുമ്പം എന്റെ മാനേജറുമായിട്ട് സംസാരിക്കുക. ഇത്രയും തരം താഴ്ന്ന രീതിയിൽ പോവാൻ വേണ്ടിട്ട് ഇവരെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ആ കിച്ചുവിന്റെ അവസ്ഥയൊന്ന് ആലോചിക്കണം. ഇതൊക്കെ പുറത്തോട്ട് വരുമ്പോഴേ കുറച്ച് കഴിയുമ്പം ഋതപ്പനും ഒന്ന് പ്രായമായി വരും. അവനും ഇതൊക്കെ കാണുമ്പോ ഇപ്പൊ ഒന്നും പറയുന്നില്ല, അനുഭവത്തിൽ വരുമല്ലോ, അപ്പൊ പഠിക്കട്ടെ. നമ്മള് ഈ ജീവിക്കാൻ വേണ്ടി കാണിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഇവിടെ കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീ, അതാണ് ഇവര്. ഈ വീഡിയോ വന്നിട്ട് ഇത്രയും നേരമായിട്ടും രേണുസുധി അമ്മച്ചിക്കൊന്നും പറയാനില്ല. ഇതേപോലെ ആയിരുന്നു മറ്റേ പ്രഗ്നൻസിയുടെ കേസ്. അവിടെയും കുറേ വർഷം, 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് മറുപടി പറയാൻ വേണ്ടിയിട്ട് അമ്മച്ചി പൊട്ടി മുളച്ച് വന്നത്. ഇനിയിപ്പോ ഇതിന്റെ മറുപടിയും ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും തരാൻ പോകുന്നേ. അല്ലാണ്ട് സ്പോട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞ അമ്മച്ചിക്ക് അറിയത്തില്ലല്ലോ. മറുപടി പറയുന്ന കാര്യങ്ങളുണ്ട്, ഏതാണെന്നറിയോ? രേണുസുധയുടെ കമന്റ് ബോക്സിൽ വന്ന ഒരു കമന്റ്, നിർത്തിപ്പൊടി മൈ, ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്തു. അതിന് രേണുസുധി കൊടുക്കുന്ന ഒരു റിപ്ലൈ: ചേട്ടനോട് എനിക്ക് നല്ല ആൻസർ പറയണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടനിങ് അടുത്ത് വന്നേ. നിർത്തി പോകുന്നില്ല, വേണേ ബ്ലോക്ക് ആക്കി പോടാ. ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അമ്മച്ചിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസിനൊന്നും അമ്മച്ചിക്ക് മറുപടി ഇല്ല. ഏതെങ്കിലും അവന്മാര് പട്ടീന്നും പൂച്ചേന്നും മയ്യെന്നും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് ഓൺ ദ സ്പോട്ടിൽ മറുപടി ആയിട്ട് വരും. ഞാൻ എന്തായാലും സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തുണി കീറി കാണിച്ചിരുന്നില്ലല്ലോ. അപ്പൊ ഈ ഒരു വിഷയത്തില് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. തെളിവുകളില്ലാതെ ഞാൻ സംസാരിക്കത്തില്ല. എന്നെ എന്തായാലും പോലീസ് വിളിക്കും, ഉറപ്പുണ്ട്. ഒരു വിഷയത്തിൽ ഇറങ്ങിയ പോലീസ് അപ്പൊ എന്നെ വിളിക്കും. സത്യമായിട്ടും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും എന്നെ അപകീർത്തിപ്പെടുത്തി. അല്ലാണ്ട് ചെയ്യുന്നതിലല്ല കുഴപ്പം, അതെടുത്ത ബാക്കിയുള്ള ആൾക്കാർ പുറത്തിടുന്നതാ കുഴപ്പം. ഓൺ ദ സ്പോട്ടിൽ പോയി കേസ് കൊടുക്കും. ഇതുപോലുള്ള നാറ്റക്കേസിനൊക്കെ പോലീസിന് കേസ് എടുക്കാൻ സമയമുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. കാണിച്ചു കൊടുക്കാനുള്ള സാധനം ഞാൻ ചേർത്ത് വയ്ക്കത്തില്ലയോ? അതിൽ ഏകദേശം 1-2 ഈ വരുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണ് പറയണത്? ആള് UK-യിലാണ്, നാട്ടിലെത്തുമ്പോ കാണാൻ താല്പര്യമുണ്ട്. അതിന്റെ റേറ്റ് എത്രയാ? അപ്പൊ റേറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ആരാ? കരിസ്മയാ. ആരാ ഇപ്പൊ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് വരെ മാനേജറാ കരീസ്മ. അപ്പൊ ഇതാണ് നീ മാനേജർ എന്ന് പറയുന്ന ആളുടെ പരിപാടി. എല്ലായിടത്തും പോയിട്ട് എന്റെ കരീഷ്മ എന്ന് പൊക്കുമ്പോഴേ നമ്മൾ ആലോചിക്കണമായിരുന്നു. ഇപ്പൊ മനസ്സിലായി എന്താണ് ഇത്ര എന്തുവാ കരിഷ്മയോടുള്ള സ്നേഹം എന്നുള്ളത്. ഇമാതിരി തൊട്ടിപ്പരിപാടികൾക്കും വൃത്തികേടുകൾക്കും സപ്പോർട്ട് കരീഷ്മയാണല്ലോ. കരീഷ്മ. രേഷ്മ എന്നാണല്ലോ അമ്മച്ചിയുടെ പേര്, സോറി. മാനേജരാ. അപ്പോ മാനേജർ ത്രൂ നടക്കുന്ന ഇത്തരം കോണ്ടാക്ട്സ് പുള്ളിക്കാരത്തേക്ക് ഉണ്ടല്ലോ. ഇനി ഇതിന് പകരമായിട്ട് 2 പേരുടെ സ്വർണവും ഇട്ട് കിരീടവും വെച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്തിടല്ലേ, ചെയ്യല്ലേ. ഞാൻ ഇതിന്റെ ഫുൾ വേർഷൻ കൊണ്ടുവരും. ഇതിനേക്കാൾ ഡീറ്റെയിൽസ് ആയിട്ട് വേർഷൻ ഉണ്ട്, അത് ഞാൻ കൊണ്ടുവന്നിടും. സീരിയസ് അലിഗേഷനാ. എവിടെ
എവിടെ എവിടെ റിപ്ലൈ ആയിട്ട് വരുന്ന ആൾക്കാരെവിടെ? സജന അമ്മച്ചിനെയും കണ്ടില്ല, ശ്രീതോ സംതിങ് അവരെയും കണ്ടില്ല, കരീഷ്മനെയും കാണാനില്ല, രേണു അമ്മച്ചിനെയും കാണാനില്ല. എവിടെ എവിടെ ഉത്തരവില്ലേ? അപ്പൊ ഇതൊക്കെ പറഞ്ഞ സത്യമായിരുന്നോ? അല്ലെങ്കിൽ ചാടിത്തുള്ളി പറഞ്ഞായിരുന്നല്ലോ, എടി എടി തെറിത്താത്താന്ന് വിളിച്ചോണ്ട്. എവിടാ? കൊണ്ട് അത് ചെയ്യിക്കരുത് എന്നാണ് റിക്വസ്റ്റ്. ദയവ് ചെയ്ത് എനിക്ക് ഈ ഒരു സാധനത്തിൽ നിന്നൊന്ന് ഒഴിവാകാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കൂ പ്ലീസ്. ഞാൻ ഇല്ല ഇതിനകത്ത്, എന്നെ ഒന്ന് ഒഴിവാക്കും. അതിന് വേണ്ടിയിട്ടാണ്. തെളിവിനായിട്ട് തെളിവുള്ളവരെന്താ കേസ് കൊടുക്കാത്ത, എന്താ കേസ് പിടിക്കാത്ത, എന്താ കൊടുക്കാത്ത എന്ന് ചോദിക്കുന്നവരോടാണ്. നിങ്ങൾ എത്രയോ കാലങ്ങളായി വാർത്തകൾ കേൾക്കുന്നവരാണ്. ഒരു ന്യൂസ് പേപ്പർ വന്നാൽ അതിന്റെ മെയിൻ പേജിൽ തന്നെ ഒരു 6 വാർത്ത 7 വാർത്തകൾ തന്നെ കാണാൻ ക്രിമിനൽ നടപടികൾക്കെതിരെ. ഇവിടെ പോലീസ് ഇത് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കും. അതിനെ നല്ല രീതിയിൽ മറ വെക്കുന്നത് പോലീസുകാർ തന്നെയാണ്. ഇവരുടെ കൈ അതിനകത്തുണ്ട്. ഇഷ്കബീനെ ബിബി എന്താ കേസ് കൊടുക്കാതെ? എന്റെ ആദ്യത്തെ പരിപാടി കേസ് കൊടുക്കുക, എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുള്ളൂ. കാരണം നമ്മൾ കൊടുക്കുന്നതിന്റെ കൗണ്ടറേ അപ്പുറത്തുനിന്ന് വരാവുള്ളൂ. അല്ലാതെ അവർ കൊടുത്തിട്ട് കൗണ്ടർ അടിക്കുന്ന പരിപാടി എനിക്കില്ല. ഞാൻ ആദ്യം കൊടുക്കും, എന്നിട്ട് അവർ അവിടെ കൊടുക്കുമ്പോഴാണ് ഇത് കൗണ്ടർ കേസ് ആണെന്ന് എനിക്ക് അവിടെ പറയാൻ പറ്റുന്നത്. പക്ഷെ സിമ്പിൾ പരിപാടി ഞാൻ ആദ്യം കേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ പല രീതിയിൽ പല അടുത്ത കേസ്, അടുത്ത വഴക്ക്. പക്ഷെ അതുലേട്ടന് മുമ്പ് കേസ് കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തിയ ഒരു സംഭവമുണ്ട്. മിക്കവാറും അതുപോലെ ഇറങ്ങി വരത്തേ ഉള്ളുവായിരിക്കും. കാരണം തെളിവുകളൊക്കെ ഷെഫിന ബീവിയുടെ കയ്യിലുണ്ട്. ചുമ്മാ പോയി ചൊറിഞ്ഞതല്ലേ, ഇനിയിപ്പൊ കിട്ടുന്നതൊക്കെ വാങ്ങിച്ചോ. നിങ്ങളുടെ അടിവേര് വരെ അവരെ തോണ്ടി പുറത്തിടും. ഇനിയും പോയി ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്ത് അവര് ചെയ്യും. അവസാനം പട്ടി മോങ്ങുന്ന പോലെ മോങ്ങേണ്ടിയും വരും. ചാറ്റ് ഹിസ്റ്ററി എടുത്താൽ അത് അനു എന്ന് പറയുന്ന സ്ത്രീയുടെ ചാറ്റായിട്ട് മാറും. ഇവളുടെ ചാറ്റ് എന്ന് മാറും. ഇവളുടെ ചാറ്റിൽ നിന്നുള്ള ആ മുഖം അത് മാറും. ഐഡിയ പക്ഷെ ഗൊത്തിയില്ല. ഫേസ്ബുക്കിന്റെ കാര്യം ആരോ ഹാക്ക് ആക്കി വെച്ചേക്കുന്നു എന്നാണല്ലോ രീതിയില്. അതും നാടകമാണ്. കാരണം അതില് നടത്തിയേക്കുന്ന ചാറ്റൊക്കെ എന്റേതല്ല അനുവിന്റെ ആണ് എന്നുള്ളത് പറയാനായിരിക്കും. അതായത് പുതിയ പേര് വെച്ചിട്ടുള്ള ഐഡിയ കൊള്ളാം, പക്ഷേ ചീറ്റി പോയ അമ്മച്ചി. കാരണം ഇപ്പം അവര് പേര് മാറ്റി, അല്ലെങ്കിൽ ഈ സാധനം ഹാക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ ആക്കിയിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് വരെ അത് നിങ്ങളുടെ ആയിരുന്നു. അപ്പോ എന്താണ് ഡേറ്റ്, സമയം എല്ലാ ചാറ്റിങ് കാണിക്കുമല്ലോ. പ്രശ്നം വന്ന എന്താണെന്നറിയാമോ? മെജോറിറ്റി ചാറ്റിങ്ങും ഒക്കെ നടന്നിരിക്കുന്നത് ഇൻസ്റ്റൂയിലാണ്. നീ ഇൻസ്റ്റു മാറ്റാൻ നോക്കി, ഇൻസ്റ്റൂടെ പേര് മാറ്റി നോക്കി, വീണ്ടും മാറ്റി നോക്കി, വീണ്ടും കളിച്ചു നോക്കി, പല കോലവും നീ കാണിച്ചു നോക്കി, നടന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു ചാറ്റ് ഹിസ്റ്ററി ഞാൻ ഇത് പബ്ലിഷ് ചെയ്യണമെന്ന് വെച്ചതാണ്. എന്നാലും എനിക്ക് തൽക്കാലം ഞാൻ പറഞ്ഞു എൻഡിങ് പോയിന്റ് ആണ്. ഇനി ഇതിന്റെ മേളിൽ എന്നെ തല്ലാനും കൊല്ലാനുമായിട്ട് വന്ന് കയറരുത്. എന്റെ കയ്യിലുള്ള എവിഡൻസ് ആണ് വെച്ചത്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എവിഡൻസ് എവിടെ, എവിഡൻസ് എവിടെ? നിങ്ങൾ നിൽക്കറില്ലാതാണെന്നോ എവിഡൻസ് വേണോ? സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, ഞാൻ സബ്സ്ക്രൈബ് എന്നേ പറയുന്നുള്ളൂ. ഈ സാധനം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടംപോലെ സാധനങ്ങൾ അവിടെ എങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിന് അവർ ദേഷ്യപ്പെട്ടിട്ടില്ലേ? ഞാൻ കഷ്ടപ്പെട്ട് സബ്സ്ക്രിപ്ഷൻ തുറന്ന് അതിനകത്ത് കൂടെ ഇടുന്ന സാധനം നീയൊക്കെ എടുത്ത് പുറത്തുനിന്ന് എന്തിനാണ്? നാണമില്ലാതെ സ്ത്രീ എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അതിൽ എന്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം ഇട്ട് കൊടുക്കുന്ന വീഡിയോ നീയൊക്കെ എടുത്ത് പുറത്തിട്ടോ. നാണമുണ്ടോ? നാളെ നിങ്ങൾക്ക് നാണം ഉണ്ടോ? നാണം എന്താണെന്നുള്ള സാധനം നിങ്ങൾക്ക് അറിയാവോ? എവിടെ അതുണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ പേര് ഇമാതിരി രീതിയിൽ വൃത്തികേടായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി തെണ്ടിത്തരം കൊണ്ട് ഇറങ്ങത്തില്ലല്ലോ. ശരി എന്നാ ദൈവമേ, ആ മരിച്ച മനുഷ്യന് കുറച്ച് സമാധാനം എവിടെന്തേലും നീ കൊണ്ടുകൊടു. ഈ സാധനത്തിന്റെ അടുത്ത് ഒന്നും കിട്ടാൻ പോണില്ല, അതുകൊണ്ടാ. ശരി.